രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യ നിലയിൽ കാണേണ്ട കേന്ദ്ര സർക്കാർ കേരളത്തെ ബജറ്റിൽ പടിക്ക് പുറത്തു നിർത്തി അവഗണിച്ചതിനെ കാണാതെ മലയാള മാധ്യമങ്ങൾ അവകാശപ്പെട്ടത് അനുവദിക്കാതിരിക്കുന്നതിനെ തുറന്നു കാണിക്കാതെ ബജറ്റ് അവതരണത്തിനെത്തിയ മന്ത്രി ഉടുത്ത സാരിയുടെ പ്രത്യേകതയും കുറഞ്ഞ ശതമാനത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ആദായ നികുതി ഇളവിന്റെ മഹിമയും മാത്രമാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്തയാക്കിയത്. ഡൽഹിയിലെയും ബീഹാറിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഡൽഹി ബീഹാർ ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പറയാനും ശ്രമമുണ്ടായില്ല. ഇരു സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളവും ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ഉയർത്തുന്ന മാധ്യമങ്ങൾ ആദായ നികുതി ഇളവിൽ അഭിനമിച്ചു. രാജ്യത്ത് 120 കോടി ജനതയിൽ 8.6 കോടി പേർ മാത്രമാണ് 2024 ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചത്. അതിൽ 4.5 കോടി പേരാണ് നികുതി അടയ്ക്കുന്നതായി കണക്കാക്കുന്നത്. അതിൽ തന്നെ വളരെ കുറഞ്ഞ ശതമാനമേ ഇളവിന് അർഹരായി ഉണ്ടായുള്ളൂ. എന്നാൽ ഇതിലൂടെ 1 ലക്ഷം കോടി വരുമാനം നഷ്ടമാകുന്നു എന്ന് പറയുന്ന സർക്കാരിന് അവരോടുള്ള സ്നേഹം കാരണമല്ല ഇളവ് നൽകുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്നാൽ സമ്പത്തിന്റെ ഭൂരിപക്ഷവും കൈയടക്കി വയ്ക്കുന്ന കോർപ്പറേറ്റുകളെ തൊടുന്നതേയില്ല. നിശ്ചിത വരുമാനക്കാരായ മധ്യവർഗത്തോടുള്ള കേരളം എന്നൊരു സംസ്ഥാനമുണ്ടോ എന്നതുപോലും മറന്ന ബജറ്റിനെ തലോടി കടന്നു പോവുകയാണ് മലയാള മാധ്യമങ്ങൾ. വയനാടിന്റെ കണ്ണീരിൽ 1 രൂപ പോലും നീക്കിവെക്കാത്തതും വിഴിഞ്ഞം തുറമുഖത്തിന് ഫണ്ട് നീക്കിവെക്കാത്തതും കേരളം ഉന്നയിച്ച ഒരു ആവശ്യവും അംഗീകരിക്കാത്തതും അർഹമായ നികുതി വിഹിതം അനുവദിക്കാത്തതും പ്രധാന വാർത്തയല്ല.